26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കനത്ത മഴയിൽ മുങ്ങിയ മുംബൈയിലും പൂനെയിലും വൻ നാശനഷ്ടം. മഹാരാഷ്ട്രയിൽ കാലവർഷം ശക്തമായതോടെ താഴ്ന്നിടങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. മഴ തുടരുന്നതിനാൽ ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുകയാണ്. മുംബൈ അടക്കമുള്ള ജില്ലകൾ റെഡ് അലർട്ട്. കനത്ത മഴയെ തുടർന്ന് പൂനെയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കാലവർഷക്കെടുതിയിലാണ് മുംബൈ നഗരം. ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. മുംബൈ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയാണ്. മുംബൈ മാൻഖുർദിൽ കെട്ടിടം തകർന്ന അപകടമുണ്ടായി. മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂനെ മുംബൈ എക്സ്പ്രസ് വേയും പ്രധാന ദീർഘദൂര ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടു. റെയിൽ, റോഡ്, വ്യോമഗതാഗതങ്ങൾ കനത്ത മഴയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ്. കശ്മീരിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. ഒഡീഷയിൽ കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായ സാഹചര്യത്തിൽ പൂനെ മുംബൈ എക്സ്പ്രസ് വേയിലും പഴയ പൂനെ മുംബൈ ഹൈവേയിലും ഗതാഗതം നിർത്തിവെച്ചു. അറിയിപ്പുണ്ടാകുന്നതുവരെ ഇരു നഗരങ്ങൾക്കുമിടയിലുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികാരികൾ ആവശ്യപ്പെട്ടു. കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. സ്വകാര്യ ഓഫീസുകളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും അത്യാവശ്യമല്ലാത്ത സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകാനും നിർദ്ദേശിച്ചു. ജൂലൈ 1 മുതൽ കനത്ത മഴയാണ് നഗരത്തിൽ പെയ്യുന്നത്. ഇത് ജൂലൈയിലെ ശരാശരി മഴയുടെ 94% എന്നാണ് കണക്ക്. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ശക്തമായ കാറ്റും ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.